ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരണകാലത്തെ പ്രധാന വികസനങ്ങൾ. നമസ്കാരം. ഇന്ന് നമ്മൾ ചുരുക്കമായി സംസാരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയിൽ നടന്ന പ്രധാന വികസനങ്ങളെ കുറിച്ചാണ്. 2014 അധികാരത്തിൽ വന്ന ശേഷം ഇൻഫ്രാസ്ട്രക്ചർ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സാമൂഹിക ക്ഷേമ പദ്ധതികൾ, ഡിജിറ്റൽ ഇന്ത്യ, ഇതെല്ലാം മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ദേശീയപാതകൾ, എക്സ്പ്രസ് വേകൾ, റെയിൽവേ നവീകരണം, മെട്രോ റെയിൽ പദ്ധതികൾ, വിമാനത്താവള വികസനം എന്നിവയിൽ വലിയ നിക്ഷേപങ്ങൾ നടന്നു. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും നല്ല റോഡുകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഭാരത്മാല, സാഗർമാല പോലുള്ള പദ്ധതികൾ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി. അടുത്തതായി ഡിജിറ്റൽ ഇന്ത്യ. ആധാർ, UPI, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഓൺലൈൻ സർക്കാർ സേവനങ്ങൾ. ഇന്ന് ബാങ്കിംഗ്, സബ്സിഡി, സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. UPI വഴി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇന്ത്യയിൽ വളർന്നു. ഇതിലൂടെ ക്യാഷ് ഇടപാടുകൾ കുറയുകയും സുതാര്യത വർദ്ധിക്കുകയും ചെയ്തു. ഇനി സാമ്പത്തിക മേഖലയിലേക്ക് വരാം. GST നടപ്പിലാക്കി രാജ്യത്തെ നികുതി സംവിധാനം ഒറ്റ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. ദിവാളിത്ത നിയമം, IB കോഡ് വഴി വായ്പ തിരിച്ചടവ് ശാസ്ത്രീയമായി നിയന്ത്രിക്കാൻ തുടങ്ങി. ബാങ്കിംഗ് മേഖലയിലെ NPA പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമപരമായ സംവിധാനങ്ങൾ ശക്തമാക്കി. സാമൂഹിക ക്ഷേമ പദ്ധതികൾ. ഉജ്ജ്വല പദ്ധതി, ജനധൻ അക്കൗണ്ട്, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ആവാസ് യോജന, സ്വച്ഛ് ഭാരത്. ഇതിലൂടെ പാവപ്പെട്ടവർക്ക് ഗ്യാസ്, ആരോഗ്യ ഇൻഷുറൻസ്, ശുചിത്വ സൗകര്യം എന്നിവ ലഭിച്ചു. ഗ്രാമീണ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു. PM കിസാൻ. കർഷക മേഖലയിലും ഇനാം മാർക്കറ്റ് പോലുള്ള പദ്ധതികൾ നടപ്പാക്കി. ഫസൽ ബീമ. ഇനി മേക്ക് ഇൻ ഇന്ത്യ. വിദേശ നിക്ഷേപം പല മേഖലകളിൽ തുറന്നു. മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ്, പ്രതിരോധ ഉപകരണങ്ങൾ ഇവയുടെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ വർദ്ധിച്ചു. മുദ്ര ലോൺ, സ്വയം തൊഴിൽ പദ്ധതികൾ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചു. അവസാനം അന്താരാഷ്ട്ര നിലപാട്. ഇന്ത്യയുടെ ആഗോള സ്വാധീനം കൂട്ടപ്പെട്ടു. വിദേശ നയത്തിൽ G20 അധ്യക്ഷസ്ഥാനം, പ്രതിരോധ സഹകരണം, സജീവ പങ്കാളിത്തം എല്ലാം ശക്തമായി. ഇതെല്ലാം ചേർന്നാണ് നരേന്ദ്രമോദി ഭരണകാലത്ത് ഇന്ത്യയിൽ നടന്ന പ്രധാന വികസന മാറ്റങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിപ്രായമായി പറയാം. ഇത്തരം സർക്കാർ സാമ്പത്തിക വികസന വിവരങ്ങൾ ലളിതമായി അറിയാൻ ഭാരത്